മരണം നമുക്ക് എല്ലാവർക്കും അറിവുള്ള ദീപകിന്റെ മരണം. ദീപക് നമുക്കറിയാം സ്വകാര്യ ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തി എന്ന് പറഞ്ഞ് ദീപകിന്റെ ദൃശ്യങ്ങൾ ഷിംജിത സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. ഇനി അഥവാ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിന് വിട്ടുകൊടുക്കുന്നതിന് പകരം ഞാൻ ഇത് സമൂഹത്തിന് സമർപ്പിക്കുന്നു, സമൂഹം കൈകാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്നു ഷിംജിത ആ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് തന്നെ. എന്തായാലും മണിക്കൂറുകൾ പിന്നിട്ടില്ല. അത് ഈ ഒരു സൈബർ അറ്റാക്ക് ഒന്നും തന്നെ അതിജീവിക്കാനുള്ള ആ ഒരു മനസ്സ് ദീപകിനുണ്ടായിരുന്നില്ല. ദീപക് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. എന്തായാലും ദീപകിന്റെ ആത്മഹത്യയിൽ കുടുംബം നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇപ്പോഴും ഷിംജിത എവിടെയാണ് എന്ന് ചോദിച്ചാൽ പോലീസിന് ഉത്തരമില്ല എന്നുള്ളതാണ്. ദീപകിന്റെ മരണത്തിൽ ആരോപണ വിധേയായ മുസ്ലിം ലീഗ് പ്രവർത്തക ഷിംജിത ഇപ്പോൾ വിദേശത്തേക്ക് കടന്നു എന്ന സൂചനകളാണ് പുറത്ത് വരുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നാണ് ആക്ഷേപം ഉയരുന്നത്. അനഘ ഹർഷനുണ്ട് വാർത്തയിലെ വിശദാംശങ്ങൾ നൽകാനായി. അനഘ, ഞാൻ പറയുകയായിരുന്നു, ഈ ഷിംജിതയുടെ സ്ഥാനത്ത് മറ്റൊരു പുരുഷനായിരുന്നുവെങ്കിൽ അത് ഏത് രീതിയിൽ ഈ കേസ് പോകുമെന്നുള്ളത് നമുക്ക് അറിവുള്ള കാര്യമാണ്. എന്തായാലും ഇപ്പോൾ ഷിംജിത വിദേശത്തേക്ക് കടന്നു എന്നാണോ? രാഖി, ഈ ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമാണ് ഷിംജിതയെ കണ്ടെത്തുക എന്നുള്ളത്. ഷിംജിതയുടെ കയ്യിലാണ് ആ വീഡിയോ ചിത്രീകരിച്ച ഫോൺ അടക്കമുള്ള വസ്തുക്കൾ ഉള്ളത് എന്നുള്ളതാണ്. എന്നാൽ ഷിംജിത സംസ്ഥാനം വിട്ടു വിദേശത്തേക്ക് കടന്നു എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ദീപകിന്റെ വീട്ടിലാണ്. ഏറെ സങ്കടം തളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വീട്ടിലുള്ളത് എന്നുള്ളതാണ്. ഇന്നലെ മുതൽ ആ ദീപക് ആത്മഹത്യ ചെയ്ത ആ ദിവസം മുതൽ ഇവിടെ കണ്ണീര് തോരാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയുടെ ഒരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ ഈ വീട്ടിലുണ്ട് എന്നുള്ളത്. അമ്മ ഇപ്പോഴും ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്നും ചെയ്യാതെ നിസ്സഹായമായി ഇരിക്കുന്ന ഒരു അമ്മയുണ്ട് ഈ വീട്ടിൽ. ഏറെ സങ്കടമുണ്ടാക്കുന്നൊരു കാര്യമാണ് അമ്മ. ഈ ഷിംജിതയെ കണ്ടെത്തുക, തൻ്റെ മകനെ ഈ രീതിയിലേക്ക് തള്ളിവിട്ട ആ ഷിംജിതയെ കണ്ടെത്തുക, തക്കതായ ശിക്ഷ നൽകുക എന്നാണ് ഈ അമ്മ പറയുന്നത്. അമ്മേ, ഇപ്പോൾ എന്ത് വിധി ഇനി ഒരാൾക്കും പോകാൻ കൊടുക്കരുത്. ഞാൻ ഇത്ര വിഷമിക്കണത് ഇങ്ങനത്തെ ഒരു വിധിയായി പോയില്ല എനിക്ക്. ഈ ഒന്നും ചെയ്യാത്തൊരു പാവം പിഞ്ചു പൈതലാണ്. 40 വയസ്സ് എന്ന് പറഞ്ഞ കാര്യമില്ല. അത്രയും ചെറിയൊരു മനസ്സാണ് എൻ്റെ കുട്ടിക്ക്. ഈ ലോകം ഞാനൊരു തളിയമ്പലത്തിലോ ഈ അമ്പലത്തിലൊക്കെ അവിടെയുള്ള ആൾക്കാരോട് ആരോട് ചോദിച്ചാലും അറിയാം എൻ്റെ മോനെ. എല്ലാവർക്കും അറിയാം. ആരുമില്ല എൻ്റെ മോനെ അറിയാത്തവർ. എൻ്റെ മോൻ്റെ മനസ്സും എല്ലാവർക്കും അറിയാം. ഇന്നലെയൊക്കെ ചാനലുകാരൊക്കെ വന്നിട്ട് ഒക്കെ ചാനലുകാരൊക്കെ പറയാം, എന്തിനാ ആ കുട്ടീൻ്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂല, ഒന്നും ചെയ്യൂലെന്ന്. ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ പറഞ്ഞു ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്താ അതൊക്കെ പറയണെന്ന്. കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അങ്ങനെയാ, അതിലുണ്ടല്ലോ അവരൊക്കെ തന്നെയാ പറഞ്ഞു ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല, പിന്നെ എന്തിനാ ഇതൊക്കെ പറയണെന്ന്. ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം തന്നെ ആ പെണ്ണ് ഇതാക്കണ്ടേ. ഈ പെണ്ണ് പൈസ കിട്ടാൻ വേണ്ടിട്ട് ചേച്ചി ഇൻസ്റ്റഗ്രാമില് റീച്ച് ഉണ്ടാക്കാനാണ് എന്നാണ് പറയുന്നത്. അതായിരിക്കും, അതിന് വേണ്ടിയിട്ടായിരിക്കും ഈ പെണ്ണ്. എന്നിട്ട് ഈ പെണ്ണ് ഇപ്പൊ ഒളിവിലും പോയില്ല. ഇതൊക്കെ എൻ്റെ മോനെ കൊണ്ടുപോയിട്ട് പെണ്ണ് ഒളിവിൽ പോയി. എൻ്റെ മോൻ എനിക്ക് ഞാനുമില്ല, എൻ്റെ ഒരു പൊണ്ണ് പൈതല് എൻ്റെ വാവ, ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ കുട്ടി. എൻ്റെ എല്ലാ കാര്യത്തിനും എൻ്റെ മോനാണ്. എന്തിനെന്നെ കൊണ്ടുപോകാനും വരാനും വേറെ ആരും എനിക്കില്ല. എൻ്റെ കുട്ടി എനിക്ക് സഹിക്കാൻ കഴിയില്ല. അത് എനിക്ക് സഹിക്കാനേ കഴിയില്ല. ഞാൻ എൻ്റെ ഒരൊറ്റ പ്രാർത്ഥന എൻ്റെ മോൻ്റെ അടുത്തേക്ക് ഇനി നേരാവണ്ണം പോകണം. ഈ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അതല്ല മോളെ, ഞാൻ ഒന്നും ചെയ്യാനല്ല, ദൈവന്നെ. ഞാൻ എത്രയും ഷിംജിത ഇപ്പൊ നിലവിൽ ഇവിടെ ഇല്ല, ഒളിവിലാണ് എന്നാണ് അറിയുന്നത്. ഇവരൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇല്ലാന്ന്, ഇവിടെ ഇല്ല, ഒളിവിലാണ്. ഈ മകന് നീതി നേടിക്കൊടുക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് ഇനി മുമ്പിലുള്ളത്. അതെ, അതന്നെ. എൻ്റെ ഇനിയൊരു കുട്ടി, ഒരമ്മക്ക് അച്ഛനും ഒരു മക്കൾക്കും അങ്ങനത്തെ ഒരു ഗതി ഇനി വരരുത്. അതാണ് എനിക്ക് ഏറ്റവും പ്രധാനം. ആർക്കും സഹിക്കാൻ കഴിയൂല അത്. ഈ ഷിംജിത ഇപ്പൊ വിദേശത്തേക്ക് കടന്നു, സംസ്ഥാനം വിട്ടു എന്നൊക്കെയാണ് വരുന്നത്. ഈ പോലീസ് അന്വേഷണത്തിൽ അമ്മയ്ക്ക് തെറ്റുണ്ടോ? പോലീസൊക്കെ അന്വേഷിച്ച് എല്ലാ കാര്യം ഇവിടെ ചെയ്തു പോയതാ. അവരോട് ചോദിച്ചാലറിയാം. എൻ്റെ അച്ഛനാണ് ഇത്. ഇവരടുത്ത് ചോദിച്ചാൽ അവരെല്ലാം പറയും, എല്ലാം പറയും. ഇതാണ് ദീപകിന്റെ അച്ഛൻ. സംസാരം ഇപ്പം അങ്ങനെയാണുള്ളത്. ഏത് കോളിലുണ്ടെങ്കിലും അവളെ പിടിച്ചിട്ട് നല്ല ശിക്ഷ കൊടുത്തിട്ട് അവൾക്ക് ജയിൽ ശിക്ഷ എന്ന് വെച്ചാൽ ആയാലും ജയിലിൽ നിന്ന് വിടാൻ പാടില്ല. അവന്
അവിടെ അത്ര ഇത് ലോക്കലായിട്ട് അവിടെ അതിൽ ഒരു ഇതും എല്ലാ നാട്ടുകാരെ അറിയാം അവർക്ക് എല്ലാ ആൾക്കാരും കൂടെ പറയണ്ടേ ഈ കാര്യങ്ങൾ പറയണത്. ഇവർ പറഞ്ഞ് അവളെ അടിച്ചു കൊല്ലണമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ആൾക്കാർ പറഞ്ഞത്. അങ്ങനെ ഈ സംഗതി വേറൊരു വ്യക്തിക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പം ഞങ്ങൾ രണ്ടാളും അനുഭവിച്ച് ഇനി വേറൊരു അച്ഛനമ്മ ഈ സംഗതി ഉണ്ടാവാൻ പാടില്ല. അത്രയ്ക്ക് വലിയ ദുഃഖമാണ്. ദുഃഖാന്ന് പറയണ്ടോ. ഞങ്ങളെ ദുഃഖം ജാസ്തി ദുഃഖമാണ് പുറമത്തെ ആളുകൾക്ക്. ഓനെ അറിയണ ആൾക്കാർക്ക് കരയാണ്, പറയാൻ കഴിയില്ല, വാക്ക് കിട്ടില്ല അവർക്ക്. ആ കുട്ടീനെ പറ്റിയിട്ട് പറഞ്ഞു. ഓന്റെ ബോസ് അമ്മ, ഓന്റെ ബോസിന്റെ ഭാര്യയും ഒരു മരണം വരെ ഈ ഇന്നലെ വരെ ഇവിടെ ഈ രാത്രി ഇവിടെ ഉണ്ട്. അതായിട്ട് അവര് തന്നെ പറയണേ അവര് വേണ്ട മരിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്റെ മോനാലോചിച്ചിട്ട് പൊട്ടിക്കറി എല്ലാ കാര്യത്തിനും ഓരോ വീട്ടുകാരെ മാതിരി എന്റെ മോനെ ഒരു കൊണ്ട് നടക്കുക. അത്ര ഇഷ്ടമാണ്. എന്താ കാരണം? ഒരു കള്ളത്തരമില്ല. അയാൾ പറയാം ഒരു കള്ളത്തരമില്ല. ഒരു പോയാൽ എവിടെ ജോലിക്ക് പോയാൽ ഭയങ്കര സ്റ്റേണായിട്ട് അതൊക്കെ ചെയ്യാം. തികച്ചും ചെയ്യാത്തൊരു കുറ്റത്തിന്റെ പേരിലാണ് ദീപക് ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നത്. ഒരു സംഗതി ഇല്ലാത്ത പറയുമ്പോൾ ആ കുട്ടിക്ക് ഇവനെ ഫീൽഡിൽ പോണ ആളാ. ഇത് ലോകം മുഴുവൻ അറിയുമ്പം ഓനെ ഒരാളെ മുഖത്ത് നോക്കുമ്പോൾ എത്ര വിഷമം ഉണ്ടാവും. ആ നൊന്നിട്ട് അവൻ ചെയ്ത പണിയാണ്. അല്ലാതെ ഓൻ ഒരിക്കലും ഒരു കുറ്റം ചെയ്യുമെന്നല്ല ആരും ഒരു കുട്ടികളും ഇത് പറയില്ല. അതായത് ആ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയാ. അന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുമ്പോൾ ഒരു പെണ്ണുണ്ട് വയ്യാതെ വയറ് വേനിച്ച് ഇങ്ങനെ നിൽക്കണെന്ന്. ചെറിയൊരു പെൺകുട്ടി, ഒരു 28, 24 വയസ്സായ കുട്ടിയാണ് അത്ര. അപ്പം ഇങ്ങനെ നടന്നു വരുന്ന സംഭവം ചോദിച്ചു, എന്താ നിനക്ക് ചോദിച്ചാൽ പറഞ്ഞ ഏട്ടാ എനിക്ക് ഭയങ്കര തീരെ വയറൊക്കെ വേദന എന്തോ തീരെ. അപ്പോൾ എന്താ എനിക്കൊരു ഗുളിക വേഗം മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഗുളിക വാങ്ങിയിട്ട് കുട്ടിക്കിട്ട് കൊടുത്ത്. എന്നിട്ട് ആ പെണ്ണിന്നലെ ഇൻസ്റ്റാഗ്രാം ഇട്ട് ഈ ഏട്ടൻ്റെ മുഖം എനിക്ക് വറക്കാൻ വയ്യല്ലോ. അത്ര ഉപകാരം ചെയ്യണ മോളെ പോലെയുള്ള കുട്ടികളെ കണ്ടിക്കുകയാണെങ്കിൽ എന്തൊരു ഇഷ്ടമാണ്. എൻ്റെ കുട്ടി പടി ഉണ്ടെന്ന് മോളെ പോലെ 2 മക്കള്. രണ്ടാളും കോളേജിൽ പോകും. ഒരാൾ കോളേജിൽ പോകണം, അമ്മ ടീച്ചറാണ്. കുട്ടി കരഞ്ഞിട്ട് കഴിഞ്ഞാൽ ഞാനിതില്ല കുട്ടികളെ അത്ര സ്നേഹം. കുട്ടികളെ ഭയങ്കര ജീവനുമാണ്. അതായത് ഈ ഷിംജിത ഇപ്പൊ വിദേശത്തേക്ക് കടന്നു എന്നാണ് ലഭിക്കുന്ന ഒരു വിവരം, അല്ലെങ്കിൽ സംസ്ഥാനം വിട്ടു എന്നുള്ളത്. കൃത്യമായി പോലീസ് അന്വേഷണത്തിൽ ഒരു വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോണ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവർക്ക് ആ പെണ്ണിനെ സപ്പോർട്ട് നല്ല ചെയ്യേണ്ടതെന്നുള്ള ഉറപ്പാ. പ്രത്യേകിച്ച് ഈ ഷിംജിത ലീഗിന്റെ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ചിട്ടുണ്ട്, ലീഗിലെ സജീവ പ്രവർത്തകയാണ്. അപ്പൊ ആ ഒരു പിന്തുണ അവർക്ക് ലഭിക്കുന്നുണ്ടാവോ? അതുണ്ടാവാതില്ലോ. അതാണല്ലോ അങ്ങനെ ഇതാകണത്. പോലീസ് അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടാണല്ലോ ഇവർക്ക് പുറത്തേക്ക് കടക്കാനും കണ്ടെത്താനും. അതാണ് സംഭവം. അത് എങ്ങനെയാലും അവിടുന്ന് ഏത് വിദേശത്ത് പോയാലും പൊക്കാൻ എല്ലാവരും ഇപ്പോഴത്തെ നിയമത്തിൽ നല്ലോണം കഴിയും, വേഗം കഴിയും. എന്തായാലും ഷിംജിതനെ ഉടൻ തന്നെ പിടിയിലാക്കണം എന്നുള്ളത്. പിടിയിലാക്കി അവളെ ജയിലിന് വിടരുത്. അതാ വേണ്ടത്. നല്ല ശിക്ഷ അവൾക്ക് കൊടുക്കണം. ഒരു ജാമ്യം നടത്തി കൊടുക്കരുത്. ആ എനിക്കത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ. ഇനി ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ കാട്ടരുത്. ഒന്നും അറിയാത്ത ഒരു കുട്ടീനെ ഈ പെണ്ണ് ബലി കൊടുക്കുക. എൻ്റെ ജീവിതം മുഴുവൻ പോയി. എൻ്റെ മോൻ പോയതോടുകൂടി ഞങ്ങൾ രണ്ടാളൊന്നും പോയി. വേറെ ഒരു മുഖം എനിക്ക് ആകെ ഒരൊറ്റപ്പായിട്ട് ആണും പെണ്ണായിട്ട് എനിക്ക് ആകെ ഈ ഒരു മോൻ മാത്രമേ ഉള്ളൂ. ഒരച്ഛനും അത് മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് കണ്ടിൻ്റെ മനസ്സുറപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ആരും പറഞ്ഞ് അവിടെയൊക്കെ വായിക്കണ ആൾക്കാരെല്ലാവരും പറഞ്ഞ് ഈ വായനയൊക്കെ ഉണ്ടെന്ന് എനിക്കത് എനിക്ക് മനസ്സുറപ്പ് കിട്ടില്ലമ്മ. ശരി. ഏറെ സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് മറ്റൊരു മാതാപിതാക്കൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് അവർ പറയുന്നത്. ഇവരുടെ ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് ഈ ഷിംജിതയെ ഉടൻ കണ്ടെത്തുക. ഷിംജിതയുടെ കയ്യിലുള്ള ഈ വീഡിയോ ചിത്രീകരിച്ച ആ ഫോണ് പരിശോധനയ്ക്ക് വിധേയമാക്കുക. എന്താണ് സംഭവിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം അത് പുറത്തു കൊണ്ടുവരിക. അതിനു വേണ്ടിയായിരിക്കണം ഇനിയുള്ള നീക്കങ്ങൾ എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അപ്പോൾ പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പോലീസ് ഒരു ആത്മഹത്യയിൽ പ്രതിയായ ഷിംജിത എവിടെയാണ് എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ഷിംജിത രാജ്യം വിട്ടു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ദീപകിന്റെ കുടുംബം
തീരാ ദുരിതത്തിലാണ്, തീരാ സങ്കടക്കടലിലാണ്. എന്തായാലും അവരുടെ ആവശ്യം ഷിംജിതയ്ക്ക് ജാമ്യം നൽകരുത്, അവരെ കൽത്തുറങ്കിൽ അടയ്ക്കണം എന്നുള്ളതാണ്.